ന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വചനം. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. 44-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിരിക്കുവിൻ. 6-ാം അധ്യായം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവ് വീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴുക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി എന്തെല്ലാം രീതിയിൽ പരസ്യം ചെയ്യാൻ പറ്റുമോ അതുപോലെ എല്ലാം പരസ്യം ചെയ്യും. ഒരു വീട് വെച്ചൊരു മനുഷ്യന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വസ്ത്രം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് കൊടുക്കുമ്പോൾ അതൊരു 10 പേരെ അറിയിച്ച് ഞാൻ അവർക്കിത് കൊടുക്കുന്നു എന്ന് പബ്ലിസിറ്റി ആക്കാതെ ആരും ഒരു നന്മയും ചെയ്യുന്നില്ല. ഇവിടെ ദൈവം പറയുന്നത്, നിന്റെ ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരുന്നത്. അല്ലാതെ ചന്തസ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശംസ നിങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു പ്രതിഫലം നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കരുത്. ഇതാണ് കർത്താവ് പറയുന്നത്. ഇതുപോലെയൊക്കെയാണോ നമ്മളെല്ലാവരും ഓരോ നന്മകൾ ചെയ്യുന്നത്, അല്ലെ മറ്റുള്ളവർക്ക് ഓരോ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച്, നമ്മൾ എല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സുഹൃതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ, അവരവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് അധ്വാനിക്കുന്നതെങ്കിൽ, ആത്മരക്ഷ നൽകുന്ന ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്, യേശു ക്രിസ്തു പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യുവാൻ. അവനാണ് പ്രതിഫലം തരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.